وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 63-ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 6 ആയത്തുകൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 7, 8 2 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. മുമ്പുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലെ, തീർച്ചയായും അവർക്ക് ചില അടയാളങ്ങളുണ്ട്. മുനാഫിഖുകളാകുന്ന ആളുകളെ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്തും. അവർ വല്ലതുമൊക്കെ വർത്തമാനം പറയുമ്പോൾ അവരുടെ വാക്കുകളിലേക്ക് ചെവി കൊടുക്കുന്ന രീതിയിലുള്ള നല്ല ചൊടിയും ചുണയുമുള്ള സംസാരമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കഅന്നഹും ഖുശുബും മുസന്നദ, ചാരിവെക്കപ്പെട്ട മരത്തടികൾ പോലെയായിരിക്കും അവരുണ്ടാവുക. എന്ന് മാത്രമല്ല, ഭീരുക്കളായിരിക്കും അവർ. അവരുടെ ധീരതയൊക്കെ വെറും വർത്തമാനങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എവിടെ നിന്ന് എന്ത് വർത്തമാനങ്ങളും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ തങ്ങൾക്ക് എതിരാണ് എന്നതായിരിക്കും അവരുടെ ധാരണ. ഇങ്ങനെ നിരവധി അടയാളങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞത്, ആ മുനാഫിഖുകൾ നിങ്ങളുടെ ശത്രുക്കളാണ്. അവരെ ശത്രുക്കളായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. അവരെ നിങ്ങൾ പേടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ, തീർച്ചയായും അവരെ അല്ലാഹു ശപിക്കട്ടെ, അല്ലാഹു അവരെ ശപിക്കട്ടെ, നശിപ്പിക്കട്ടെ. എങ്ങനെയാണ് ഇത്രയും കൃത്യമായി അവർക്ക് തെളിവുകൾ ലഭ്യമായിട്ടും സത്യം വിട്ട് എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്, സത്യത്തിലേക്ക് വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഒരിക്കലും ആ സത്യത്തിലേക്ക് അവർ വരികയില്ല. തലതിരിച്ച് അഹംഭാവത്തോടുകൂടെ കിബറന്മാരായി തട്ടിത്തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലെ, ഒരിക്കലും അവർക്ക് വേണ്ടി ദുആ പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും പാപമോചനത്തിന് തേടിയാലും ഇല്ലെങ്കിലും തീർച്ചയായും അല്ലാഹു അവരുടെ തെറ്റ് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ തോന്നിവാസികളാകുന്ന ആളുകളെ ഒരിക്കലും അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോൾ മുനാഫിഖുകളുടെ അടയാളമായി അല്ലാഹു പറഞ്ഞത്, വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹംഭാവം നടിക്കുന്നവരാണ് അവർ സത്യത്തിൽ നിന്ന് തട്ടിത്തിരിഞ്ഞു പോകുന്നവരാണ്. അതേ പ്രകാരം അവർ ഫാസിഖീങ്ങളാണ്, തോന്നിവാസികളാണ് എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും വലിയ ധിക്കാരികളാണവർ, ഏറ്റവും വലിയ ധിക്കാരം പ്രവർത്തിക്കുന്നവരാണവർ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ധിക്കാരികളായത്, അള്ളാഹുവിന്റെ ശാപത്തിന്, കോപത്തിന് വിധേയരായ ഖാതലഹുമുല്ലാ എന്ന് അള്ളാഹു അവരെ കുറിച്ച് പറയാനുള്ള കാരണം ആ ധിക്കാരത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് 7, 8 ആയത്തുകളിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെ ധിക്കാരത്തിന്റെ ചില ഉദാഹരണങ്ങൾ എന്താണത്? ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ, യഖൂലൂന ഖാഫ് ശ്രദ്ധിക്കണം, ക അല്ല,
യഖൂലൂന ലാ തുൻഫി. സാക്കിനായ നൂന് തുൻ, സാക്കിനായ നൂന് അവിടെ തുൻഫിക്കു ഓതരുത്. തുൻഫി ഇഖ്ഫാ, മറച്ച് മണിച്ച് ഓതണം. അലാ മൻ ഇൻദ, മൻ ഇൻദ, അവിടെ മൻ എന്ന് കഴിഞ്ഞിട്ട് ഐനാണ് ഹൽക്കിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമായതുകൊണ്ട് സാക്കിനായ നൂനിന്റെ ശേഷം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഐന്. അതുകൊണ്ട് മൻ ഐന്ദ, മൻ ഐ, ഐന് വെളിവാക്കിയിട്ട് നൂനിനെയും ഐനിനെയും ഇൽഹാർ ചെയ്ത് വെളിവാക്കിയിട്ട് ഓതണം. എന്നാൽ ഐന്ദ സാക്കിനായ നൂന്, ഐൻ സാക്കിനായ നൂന്, അതിന്റെ ശേഷം ദാലാണ് വന്നത്, അവിടെ ഇഖ്ഫാ മറച്ച് മണിച്ച് ഓതണം. അപ്പൊ മൻ ഐന്ദ എന്ന സ്ഥലത്ത് രണ്ട് രീതിയിലാണ് ഓതേണ്ടത്. മൻ ഇൻദ, മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫ, അവിടെ യൻഫ നൂന്റെ ശേഷം ഫാ വന്നു, ഇഖ്ഫാ ചെയ്ത് ഓതണം. ഹത്താ യൻഫളു വലില്ലാഹി ഖസാ, ഇത് അവിടെ മദ് മുത്തസിൽ, മണി നീട്ടൽ നിർബന്ധമാണ്. ഖസാഇനുസ് സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ഖസാഇനു അവിടെ നീട്ടൽ നിർബന്ധവുമാണ്, നീട്ടാതെ ഓതാൻ പാടില്ല, നീട്ടൽ നിർബന്ധമാണ്. ആയത്ത് പാരായണം ശ്രദ്ധിക്കുക. ഇനി അർത്ഥം. ഹും അവർ, അവർ ആരാണ്? മുനാഫിഖുകൾ അല്ലെ? മുനാഫിഖുകളെ, കപടവിശ്വാസികളെ കുറിച്ചാണ് ചർച്ച. അവരുടെ ധിക്കാരത്തിന്റെ ഉദാഹരണം പറയാണല്ലോ. ഹും ആ മുനാഫിഖുകൾ, അല്ലദീന എങ്ങനത്തെ മുനാഫിഖുകളാണ്, എങ്ങനെയുള്ള മുനാഫിഖുകളാണ്? യഖൂലൂന, ഖാല യഖൂലു, യഖൂലു യഖൂലാനി യഖൂലൂന, യഖൂലു യഖൂലാനി യഖൂലൂന, അവർ പറയും. അല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്. എന്താണ് അവർ പറയുക? ലാ തുൻഫിഖു, ലാ തുൻഫിഖു, ഇൻഫാഖ് ചിലവഴിക്കുക, ചിലവഴിക്കുക. ലാ തുൻഫിഖു, നിങ്ങൾ ചിലവഴിക്കരുത്. ലാ തുൻഫിഖു, നിങ്ങൾ ചിലവഴിക്കരുത് എന്ന് മുനാഫിഖുകൾ പറയും. ആർക്ക് ചിലവഴിക്കരുത്? അലാമൻ, ഒരാൾക്ക്, ഒരാൾക്ക് നിങ്ങൾ ഒരു വിഭാഗത്തിന് നിങ്ങൾ ചിലവഴിക്കരുത്. എങ്ങനെയുള്ളവരാണ്? ഇൻദ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പമുള്ള ആളുകൾക്ക് നിങ്ങൾ ചിലവഴിക്കരുത് എന്ന് മുനാഫിഖുകൾ പറയും. മനസ്സിലായില്ലേ? വിശ്വാസികളാകുന്ന ആളുകൾക്ക്, മുനാഫിഖുകളാകുന്ന ആളുകൾ പറയാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചില ആളുകളുണ്ട്. അതാരാണ്? മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരു നിലക്കും ഒരു സാമ്പത്തികമായ സഹായവും ചെയ്തു പോകരുത്. അവർക്ക് ജോലി കൊടുക്കരുത്, അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, സാമ്പത്തികമായി ഒരു നിലക്കും അവരെ നിങ്ങൾ സഹായിക്കരുത് എന്ന വിജ്ഞാപനം, എന്ന വർത്തമാനമാകും ആര് പറയുക? മുനാഫിഖുകൾ പറയുക. എന്നാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ആ നേട്ടവും അവർ പറഞ്ഞു കൊടുക്കും. ഹത്താ യൻഫളു, അങ്ങനെ അവർ വേറിട്ട് പോയിക്കൊള്ളും. അവര് ആ സത്യമതത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ വേറിട്ട് പോയിക്കൊള്ളും. ജോലിയൊന്നുമില്ലാതെ, പണമൊന്നുമില്ലാതെ, സാമ്പത്തികമായി ദാരിദ്ര്യം പിടിപെടുമ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ച്, മുഹമ്മദ് നബിയെ ഉപേക്ഷിച്ച് അവർ തൗഹീദിന്റെ ആശയത്തിൽ നിന്ന് അവർ പോകും. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു സഹായവും അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്ന് മുനാഫിഖുകൾ പറയും. മനസ്സിലായില്ലേ? ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫളൂ. ആ മുനാഫിഖുകൾ പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലുള്ള അവർക്ക് നിങ്ങൾ ഒന്നും തന്നെ ചിലവ് ചെയ്യരുത്. അങ്ങനെ അവർ വേറിട്ട് പോയിക്കൊള്ളും. അങ്ങനെ അവർ പോകുവാൻ വേണ്ടി, ഇസ്ലാം വിട്ടു പോകുവാൻ വേണ്ടി ഒരു നിലക്കും ഒരു സഹായവും ഒരു ചിലവും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കപടന്മാരാകുന്ന ആളുകൾ പറയും. അങ്ങനെ മറ്റുള്ള ആളുകളെ ശട്ടം കിട്ടും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാം, ഇവരുടെ വിചാരം പണമൊക്കെ അത് ഇവരുണ്ടാക്കുന്നതാണ്. മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് അന്നം കൊടുക്കുന്നത്, അവർക്ക് ജോലി കൊടുക്കുന്നത്, അവർക്ക് സാമ്പത്തികമായ ശേഷി കൊടുക്കുന്നത് ഇവരാണെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ അറിയുക, അവരുടെ ഈ ശട്ടം കെട്ടൽ കൊണ്ടോ, മറ്റുള്ള ആളുകളെ സാമ്പത്തികമായി ഒന്നും കൊടുക്കാതെ പിടിച്ചു വെച്ചു എന്നതുകൊണ്ടോ, അവരെ ബഹിഷ്കരിച്ചു എന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി അല്ലാഹുവിനിക്കാണ്, അല്ലാഹുവിന്റെ അരികിലാണ് ഖസാഇൻ ഭണ്ഡാരങ്ങൾ ഉള്ളത്, ഖജനാക്കൾ ഉള്ളത്. അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും എല്ലാം ഖജനാവ്. ഖസാഇൻ, ഖസാഇൻ, ഖജനാക്കൾ ഉള്ളത് ആരുടെ അരികിലാണ്? ലില്ലാഹ്, അല്ലാഹുവിന്റെ അരികിലാണ്. ആർക്ക് സമ്പത്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ ആഹാരം കൊടുക്കണം,
എങ്ങനെ അവർക്ക് ഉപജീവനം കൊടുക്കണം എന്ന് ഇവരല്ല തീരുമാനിക്കേണ്ടത്. അവര് സഹായിച്ചില്ല എന്നതുകൊണ്ട് ഇവർ പട്ടിണിയിലാവില്ല, ഇവർ ദാരിദ്ര്യത്തിലാവില്ല. എന്തുകൊണ്ട്? വലില്ലാഹി ഖസാഇനു സമവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖസാഇന്, ഖജനാവ് ഭണ്ഡാരങ്ങളെല്ലാം അല്ലാഹുവിനാണ്. പക്ഷേ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, വലാകിന്ന പക്ഷേ അൽ മുനാഫിഖീന, ഈ മുനാഫിഖീങ്ങളാകുന്ന കപട വിശ്വാസികളാകുന്ന ആളുകൾ, ലാ യഫ്ഖഹൂൻ, അവര് സത്യം ഗ്രഹിക്കുന്നില്ല. സത്യം മനസ്സിലാക്കാനുള്ള, അള്ളാഹു ആണ് ഉപജീവനം കൊടുക്കുന്നത്. അള്ളാഹു വിചാരിക്കുന്നത് പോലെയാണ് ഒരാളെ സമ്പന്നനാക്കുന്നത്. ഒരാൾക്ക് എന്ത് ജോലി കൊടുക്കണം, അവർക്ക് ഏത് രീതിയിലുള്ള അന്നം കൊടുക്കണം എന്നൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. കാരണം ആകാശഭൂമികളുടെ ഖസായിന്, അതിന്റെ മുഴുവൻ ഭണ്ഡാരങ്ങളും നിക്ഷേപങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഒരാളെ സാമ്പത്തികമായി അങ്ങോട്ട് ഇല്ലാതെയാക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കൊക്കെ വലിയ സന്ദേശമാണ്. ഏതെങ്കിലും നിലക്ക് ഒരാൾ നമുക്ക് ജോലി തന്നില്ല എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പ്രയാസപ്പെടുത്തി എന്നതുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും താൽക്കാലികമായ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ടായി എന്നതുകൊണ്ടോ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? വലില്ലാഹി ഖസാഇനു സമവാതി വൽ അർള്, അത് വല്ലാത്ത ഒരു അള്ളാഹുവിന്റെ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന, മനസ്സിന് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആനന്ദം നൽകുന്ന വല്ലാത്തൊരു വർച്ചാനാണ് അള്ളാഹുവിന്റെ വർത്തമാനം. വലില്ലാഹി ഖസാഇനു സമവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാ ഖജനാവുകളും റഹ്മാനായ റബ്ബിന്റെ ഭാഗത്താണ്. അള്ളാഹുവിന് എത്രയും തരാൻ കഴിയും, എങ്ങനെയും അള്ളാഹുവിനെ നമ്മെ സഹായിക്കാൻ കഴിയും. ആ റബ്ബിന്റെ സഹായമാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ ഖസാഇനുകളെയാണ് നാം തേടേണ്ടത്. അള്ളാഹു തരും എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന മഹനീയമായ പാഠം, സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ മുനാഫിഖുകളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അവർ വിധേയരായി തീരുവാനും, അതേ പ്രകാരം അവര് ഫാസിഖീങ്ങളാകാൻ, തോന്നിവാസികളാകുവാനുമുള്ള കാരണം ഒരു ഉദാഹരണം ഇതാണ്. ഏത്? ഈ ആയത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള വിശ്വാസികളാകുന്ന ആളുകളെ ഒരു നിലക്കും സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കാൻ പാടില്ല, എന്നാൽ അവർ വേറിട്ട്, അവർ ചിന്നിച്ചിതറി ആ മതത്തിൽ നിന്ന് അവർ പോയിക്കൊള്ളും എന്ന വർത്തമാനം പറയും അവർ എന്ന് അല്ലാഹു തആല പറയുന്നു. അവർക്ക് ശക്തമായ മറുപടിയും അല്ലാഹു തആല കൊടുത്തു. തുടർന്ന് മറ്റൊരു ഉദാഹരണമാണ് 8ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل. يقولون لئن رجعنا, لئن പറയരുത്, ലഇൻ, ഇന്ന് നൂനിനെ വെളിവാക്കിയിട്ട് വ്യക്തമാക്കാൻ പാടില്ല, ഇന്നിങ്ങോട്ട് വെളിവാകരുത് പാരായണം ചെയ്യുമ്പോൾ. അവിടെ മണിക്കാനും പാടില്ല. സാക്കിനായ നൂനിന്റെ ശേഷം റോ ആണ് വന്നത്. സാക്കിനായ നൂനിന്റെ ശേഷം റോഓ ലാമോ വന്നാൽ മണിക്കാതെ ഇത് ആം ചെയ്യണം. അവിടെ നീട്ടൽ അനുവദനീയമാണ്, നിർബന്ധമല്ല. മുകളിൽ നമ്മൾ പറഞ്ഞു ഖസായിൻ, അവിടെ മദ് മുത്തസിലാണ്, നീട്ടൽ നിർബന്ധമാണ്. എന്നാൽ ഇവിടെ മദ് മുൻഫസിലാണ്, നീട്ടാം, പക്ഷെ നീട്ടൽ നിർബന്ധമില്ല. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. അർത്ഥം യഖൂലൂന, മുകളിൽ പറഞ്ഞല്ലോ യഖൂലൂനന്റെ അർത്ഥം അവര് പറയും. മുകളിൽ ഒരു കാര്യം അവര് പറയും, പിന്നെയും അവർ പറയും. എന്ത്? യഖൂലൂന, ആ മുനാഫിഖുകൾ പറയും. എന്താണ് അവര് പറയാ? ലഇൻ റജഅന, റജഅ മടങ്ങി, റജഅന നാം മടങ്ങി, ലഇൻ റജഅന, റജഅ മടങ്ങി, റജഅന നാം മടങ്ങി, ലഇൻ റജഅന തീർച്ചയായും നാം മടങ്ങിയാൽ, ഇലൽ മദീന, മദീനയിലേക്ക് മടങ്ങിയാൽ, ലയുഖരിജന്ന തീർച്ചയായും പുറത്താക്കുക തന്നെ ചെയ്യും. ലയുഖരിജന്ന ഖറജ നിന്നുള്ളതാണ്. ലയുഖരിജന്ന തീർച്ചയായും പുറത്താക്കും. അഅസ് യോഗ്യതയുള്ള, പ്രതാപമുള്ളവർ പുറത്താക്കും. അഅസ് പ്രതാപശാലികൾ പുറത്താക്കും. മിൻഹ അതിൽ നിന്ന്, ഏതിൽ നിന്ന്? ആ മദീനയിൽ നിന്ന്. അഅസ് പ്രതാപമുള്ളവർ, അതിന്റെ നേർ വിപരീതമാണ് അദല്ല്, കൂടുതൽ നിന്ദ്യരായവർ.
അഅസ് യോഗ്യതയുള്ളവർ, അതല് നിന്ദ്യരായവർ. ലയുഖരിജന്ന തീർച്ചയായും പുറത്താക്കും, അൽ അഅസ്സു യോഗ്യതയുള്ളവർ, മിൻഹ മദീനയിൽ നിന്ന്, അൽ അദല്ല് ഏറ്റവും നിന്ദ്യരായവരെ പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് ആര് പറയാ? ഈ മുനാഫിഖുകൾ പറയാ. എന്ന് പറഞ്ഞാൽ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ നാട്ടിൽ അങ്ങ് തിരിച്ചു എത്തട്ടെ, യോഗ്യതയുള്ളത് നമ്മളാണ്, അന്തസ്സുള്ളത് നമുക്കാണ്, അന്തസ്സുള്ള നാം, യോഗ്യതയുള്ള നാം ഒരു നിലക്കും സാമ്പത്തികമായോ ശാരീരികമായോ കുടുംബപരമായോ ഒരു യോഗ്യതയുമില്ലാത്ത അതല്ലുകളായ നിന്ദ്യരായ ആ ആളുകളെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്നാണ് ആര് വിമ്പിളക്കിയത്? മുനാഫിക്കുകൾ അവർ വിമ്പിളക്കിയിട്ട് വർത്തമാനം പറയും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് പല യുദ്ധഘട്ടങ്ങളിലും അവര് പറഞ്ഞതായി ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. ഇതങ്ങ് കഴിയട്ടെ, ഈ യുദ്ധത്തോടു കൂടെ എല്ലാം അവസാനിക്കും, മദീനയെ ആ രാജ്യം തന്നെ നമ്മൾ പിടിച്ചെടുക്കും, അവരെ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കുകയും എന്നിട്ട് അന്തസ്സുള്ള നാം ആ രാജ്യം പിടിച്ചടക്കുക തന്നെ ചെയ്യുമെന്ന് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല അവർക്ക് മറുപടി കൊടുക്കുക, അല്ലാഹു തആല അവർക്ക് മറുപടി കൊടുക്കുക. അവിടെ അവർ പറഞ്ഞത് അവർ അഅസ്സുകളാണ്, യോഗ്യന്മാരാണ്. എന്നാൽ വിശ്വാസികളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള പാപങ്ങളാകുന്ന സ്വഹാബത്ത് അൽ അദല്ല് അവർ നിന്ദ്യന്മാരാണ് എന്ന പ്രയോഗമാണ് ആര് നടത്തിയത്? കപടന്മാരാകുന്ന മുനാഫിഖുകൾ നടത്തിയത്. അതിൽ അല്ലാഹു തആല കൊടുക്കണം മറുപടി. അത് ശരി, യോഗ്യന്മാരാകുന്ന നിങ്ങൾ നിന്ദ്യന്മാരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ നാട്ടിൽ നിന്ന് പുറത്താക്കാം എന്നതാണോ നിങ്ങളുടെ ധാരണ? അറിയുക നിങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന മറുപടി വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വലില്ലാഹി അല്ലാഹുവിനിക്കാണ് അൽ ഇസ്സത്തു, പ്രതാപം അല്ലാഹുവിനാണ്, പ്രതാപശാലി അല്ലാഹുവാണ്. വലി റസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനും, വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കുമാണ് പ്രതാപം. ഇസ്സത്ത് പ്രതാപം, ഇസ്സത്ത് പ്രതാപം, അതിൽ നിന്നുള്ളതാണ് അഅസ്. അഅസിന്റെ വിപരീതമാണ് അദല്ല്. മനസ്സിലായില്ലേ? വലില്ലാഹിൽ ഇസ്സത്തു, പ്രതാപം അല്ലാഹുവിനാണ്, വലി റസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കുമാണ്. നിങ്ങളുടെ ഈ വീമ്പിളക്കൽ കൊണ്ടോ നിങ്ങളുടെ വർത്തമാനം കൊണ്ടോ അവരുടെ ഇസ്സത്തും അവരുടെ പ്രതാപവും കെടുത്തിക്കളയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, പക്ഷേ മുനാഫിഖുകൾ ലാ യഅലമൂന, അവർ ഒന്നും അറിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരെ നാട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കാം എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നിങ്ങളെക്കാൾ അന്തസ്സും യോഗ്യതയുമുള്ളത് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് തന്നെയാണ് പിന്നീട് നടന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമല്ല. ഇത്തരം പ്രചാര വേലകളെല്ലാം അതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിമാണെന്ന പേരിൽ അഭിനയിച്ചിരുന്ന മുനാഫിഖുകളുടെ ഏറ്റവും വലിയ ഒരു തലവനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ആയിരുന്നു. ഇത്തരം വാദങ്ങൾക്കും ഇത്തരം പ്രചാരവേലകൾക്കുമെല്ലാം നേതൃത്വം നൽകിയത് എന്ന് ചരിത്രത്തിലെ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപടവിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ അടയാളങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിഫാഖിനെ ഗൗരവമായി കാണാൻ. തുടക്കത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നിഫാഖ് ഏറ്റവും ഗൗരവമാണ്. ആ നിഫാഖിനെ നമ്മുടെ മുൻഗാമികൾ ഏറെ ഭയപ്പെട്ടിരുന്നു. നിഫാഖിന്റെ മുനാഫിഖുകളുടെ ഏതെങ്കിലും അടയാളങ്ങൾ തന്റെ വിശ്വാസത്തിലോ തന്റെ കർമ്മങ്ങളിലോ തന്റെ വർത്തമാനങ്ങളിലോ തന്റെ നടത്തത്തിലോ തന്റെ ഇടപെടലുകളിലോ എവിടെയെങ്കിലും ഈ നിഫാഖിന്റെ കാപഢ്യത്തിന്റെ വല്ല അടയാളങ്ങളും കടന്നു വരുന്നുണ്ടോ എന്നതിനെ ഏറെ ഭയപ്പാടോടുകൂടെയായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ നോക്കിക്കണ്ടിരുന്നത്. അതിനവർ ഏറെ ഭയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയതാണ്. അതേ ഗൗരവത്തോടുകൂടെ നിഫാഖിനെ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിന്റെ എല്ലാ അടയാളങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സനാബിൽ എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബമായി മുന്നോട്ട് പോവുകയാണ്. എന്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നാം ഒന്നാണ്. അത് പഠിക്കുകയും അത് പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒറ്റ മനസ്സോടുകൂടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടുമെല്ലാം ഇതിന്റെ വിജയത്തിന് വേണ്ടി, ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്, പ്രാർത്ഥിക്കുന്നവർ ധാരാളമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ വയനാട്ടിൽ ഒത്തുചേരുകയാണ്. 2025 ഒക്ടോബർ 19 വയനാട് ജില്ലയിലെ ഏറെവർക്കും സുപരിചിതമായ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നാം ഒത്തുചേരുമ്പോൾ കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങളുടെ വിവിധങ്ങളായ സംഘടനകളിലെ മഹോന്നതരായ പ്രിയപ്പെട്ട നേതാക്കളും പണ്ഡിതന്മാരും അവിടെ അണിചേരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും പ്രിയപ്പെട്ട സഹോദരിമാരും നിങ്ങൾ കുടുംബസമേതം ആ സംഗമത്തിൽ ഒത്തുചേരണം
എല്ലാവരും വരണം. വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇനിയും മാസങ്ങളുണ്ട്, എന്നാലും ഇപ്പോഴേ നിങ്ങളെ ഒന്ന് ക്ഷണിച്ചു വെക്കുകയാണ്. ഒക്ടോബർ 19 സനാബിൽ കുടുംബ സംഗമമാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. സാമ്പത്തികമായ ഒരുപാട് ചിലവുകളുണ്ട്. നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. മാനസികമായി നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. അതേ പ്രകാരം അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ല. നമുക്ക് അള്ളാഹുവിന്റെ കലാം അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അത് പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമാണ്. നിന്റെ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ, നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുമ്പോൾ, ആരുടെയും സഹായമില്ലാത്ത മഹ്ശറയുടെ ആ ഭീതിതമായ അവസ്ഥയിൽ അള്ളാഹുവേ നിന്റെ വിശുദ്ധമായ വേദഗ്രന്ഥത്തിന് വേണ്ടി, ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി ഞാൻ ഇത്ര സമയം ചെലവഴിച്ചു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയണമെന്ന ആ ഒരു ചിന്ത മാത്രമാണ് ഇതിന്റെ പിന്നിൽ. സാമ്പത്തികമായി ചെലവഴിക്കുമ്പോഴും ശാരീരികമായി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം അത് മാത്രമാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത്. അള്ളാഹുവിന്റെ ആ ഒരു വിജയം മാത്രമാകണം, സ്വർഗം മാത്രമാകണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒക്ടോബർ 19 നിങ്ങൾ മറക്കരുത്. നിങ്ങളെല്ലാം കുടുംബസമേതം നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും സുൽത്താൻ ബത്തേരിയിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയാണ്. ഒരിക്കലും ആ സംഗമം നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സംഘടനകളിലെയും മഹോന്നതന്മാരായിരുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരും പ്രിയപ്പെട്ട പ്രഭാഷകന്മാരും കണ്ണിച്ചേരുന്ന ആ മഹനീയമായ കുടുംബ സംഗമം വിജയിപ്പിക്കണേ നാഥ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്യമവും വിജയിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.